വർണ്ണിക്കുന്ന ഒരു തലമുറ. 22 സങ്കീർത്തനത്തിൻ്റെ 31 വാക്യത്തിൽ നിന്ന് ഒരു സന്ദേശവും കൂടെ. വാക്യം ഇങ്ങനെയാണ്: അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ആൻഡ് they will tell people who have not yet been born. അപ്പോൾ ജനിച്ചിട്ടില്ല. The Lord has done what is right. തലമുറ തലമുറയായി ക്രൂശിലെ നിവർത്തിത രക്ഷയും നിവർത്തിത നീതിയും വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. എത്ര ആധികാരികവും മനോഹരവുമാണ് ഈ വാക്കുകൾ. അവൻ നിവർത്തിച്ചു എന്നതിനെ കൂടെ അവർ വർണ്ണിക്കുമെന്നുള്ള കാര്യം, ഒരു പ്രകാശം നമുക്ക് കിട്ടണം. അവൻ എന്നത് യേശുക്രിസ്തു ആണെങ്കിൽ അവർ എന്നത് സഭയാണ്. എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ അല്ലേ? അവൻ നിവർത്തിച്ചു എന്ന് പറഞ്ഞത് കർത്താവാണ്. അവർ വർണ്ണിക്കുമെന്ന് പറയുന്നത് ജനിപ്പാനിരിക്കുന്ന ജനമെന്ന് അന്ന് എഴുതി വെച്ചു, ഇന്ന് ജനിച്ചു, അത് നമ്മളാണ്. സ്തോത്രം, 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 സ്തോത്രം. അവർ വന്നു അല്ലേ? ഇതാ വന്നിരിക്കുകയാണ് അവര്. അത് സഭയാണ്. അവർ വന്നു ജനിപ്പാനിരിക്കുന്ന ജനത്തോട്, അടുത്ത സഭയോട്, അതായത് വരാൻ പോകുന്ന തലമുറ. ഇന്ന് ഇത് പവർ വിഷൻ TV പറയുമ്പോൾ ഇത് പോകുന്നത് വലിയൊരു സമുദ്രത്തിലോട്ടാണ്. അത് യൂട്യൂബാണ്, അത് ഗൂഗിളിലാണ്. കോടാനക്കോടി പ്രസംഗങ്ങൾ അതിൽ കാണുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്നും ഒരു 25 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പറ്റുമോ? ഇത്രയും സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു സംവിധാനം. അപ്പം അവർ വന്നു. അതെ, ഞങ്ങളിവിടെ വന്നു. സഭ ക്രൂശിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട്. അത് ക്രൂശിൽ എന്ത് നടന്നു എന്ന് അടുത്ത തലമുറയോട് പറയല്ല, വർണ്ണിക്കണം. താജ്മഹലിനെ കുറിച്ച് വർണ്ണിക്കാൻ പറഞ്ഞാൽ, ഒരു ചക്രവർത്തിക്ക് തൻ്റെ ഭാര്യയോടുണ്ടായ സ്നേഹത്തിൻ്റെ സ്വപ്നമാണ് താജ്മഹൽ. എന്താലേ, നടന്നാ തീരൂല, ചെരുപ്പിടാൻ സമ്മതിക്കത്തില്ല. കുറേ ദൂരെ ചെരുപ്പ് ഊരിയിട്ടിട്ട് അതുവഴി നടന്ന് ഒരു മനുഷ്യൻ്റെ ഭാര്യയോടുള്ള പ്രേമം എന്തായിരുന്നു അല്ലേ ആ കാലം. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ അതൊന്നും എല്ലാവർക്കും പറ്റുകയില്ല. അതുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ താജ്മഹലൊന്നും പണിയണ്ട, ഒരു ചുരിദാർ മേടിച്ചു കൊടുത്താൽ മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ സ്നേഹം മനസ്സിൽ വെച്ചാൽ പോരാ, പ്രകടിപ്പിക്കണമെന്നും കൂടി ഒരു ആശയം ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ. ഇത് പ്രകടിപ്പിക്കുന്നത് ഗിഫ്റ്റിലൂടെയാന്നുള്ളതാ ശരിക്കും. ഓക്കെ, അപ്പോ അത് വർണ്ണിക്കാൻ
എനിക്ക് നിന്നോടുള്ള സ്നേഹം എനിക്ക് വർണ്ണിച്ച് തീർക്കാൻ പറ്റില്ലെന്നാണ് ആ ബിൽഡിങ് പറയുന്നത്. ഇതുപോലെ ക്രൂശിൽ യേശു നിവർത്തിച്ച നീതിയെ, നിവർത്തിച്ച രക്ഷണ്യ വേലയെ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, വരച്ചു തീർക്കാൻ പറ്റില്ല, എഴുതി തീർക്കാൻ പറ്റില്ല, പാടി തീർക്കാൻ പറ്റില്ല. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് കർത്താവ് തന്ന ഒരു ഗാനം യൂട്യൂബിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ബാബു ചെറിയാൻ സോങ്സ് ലേറ്റസ്റ്റ്. അറുക്കപ്പെട്ട കുഞ്ഞാടു യോഗ്യൻ, ആരാധനയ്ക്കെന്നും യോഗ്യൻ, അവന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ 1000 പാട്ടുകൾ മതിയാകുകയില്ല. അവന്റെ നീതിയെ വർണ്ണിക്കുവാൻ 10,000 പുസ്തകങ്ങൾ തികയുകയില്ല. അവർ വന്ന് വരാനുള്ള തലമുറയോട് കർത്താവ് നിവർത്തിച്ച നീതിയെ വർണ്ണിക്കും. വർണ്ണിക്കുന്ന ഒരു തലമുറയുടെ കാലമാണിത്. എന്താ വർണ്ണിക്കുന്നത്? ഏലിയാവിനെ കുറിച്ചല്ല, ഏലീശയെ കുറിച്ചല്ല, ദാവീദിനെ കുറിച്ചല്ല. നോ, അവരെക്കുറിച്ചും ഒന്നും വർണ്ണിക്കാനില്ല. ഒരു ജീവിതം മുഴുവനും വർണ്ണിച്ചാലും തീരാത്ത സ്നേഹമാണ് യേശുവിൻ്റേത്. ഇപ്പൊ ഈ യൂട്യൂബിൽ വരുന്ന എല്ലാം വിശ്വസിക്കാമോ? AI ആണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. സാത്താൻ സേവക്കാരനായൊരു മനുഷ്യൻ കൺട്രോൾ ചെയ്യാൻ മേലാതെ കരയുകയാണ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ കരച്ചിൽ എനിക്ക് മനസ്സിലാകും, എനിക്കത് മനസ്സിലാവും. അത് കർത്താവിൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ്റെ ഉള്ളിലോട്ട് വന്നാൽ അവന് കരയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. വർണ്ണിക്കുന്ന ഒരു തലമുറ. ഒരു ചോദ്യം ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തിയത്, കർത്താവ് നിവർത്തിച്ച രക്ഷയെ നിങ്ങൾ അംഗീകരിച്ചോ എന്നാണ്. ഇന്നത്തെ ചോദ്യം, താങ്കൾ ഇത് വർണ്ണിക്കുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ആരോടെങ്കിലും ഒക്കെ ഇതൊന്ന് വർണ്ണിക്കാൻ, എൻ്റെ കർത്താവ് എനിക്ക് അതിനുള്ള കഴിവില്ലല്ലോ, എനിക്ക് അതിനുള്ള കൃപ തരണേന്നൊന്ന് പ്രാർത്ഥിക്കാവോ? പ്രിയ കർത്താവേ, വചനപ്രവാദത്തിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് അങ്ങയുടെ നീതിയെയും അങ്ങയുടെ സ്നേഹത്തെയും വർണ്ണിക്കുവാനുള്ള കൃപ നൽകണമേ. ആമേൻ. ബ്ലസ് യു.